നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ രൂക്ഷ വിമർശനം. വി ഡി സതീശൻ ധിക്കാരിയാണെന്നും പി വി അൻവർ വിഷയം വഷളാക്കിയത് പ്രതിപക്ഷ നേതാവിന്റെ പിടിവാശിയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ വിമർശനത്തെ പിന്തുണച്ചു. ഇങ്ങനെ പോയാൽ മാറി ചിന്തിക്കേണ്ടി വരുമെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. ഇന്ന് മലപ്പുറത്ത് ചേർന്ന ലീഗ് യോഗത്തിലാണ് രൂക്ഷ വിമർശനം. ലീഗ് നേതാക്കളും നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള MLA-മാർ അടക്കമുള്ളവരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. പി വി അൻവറിന്റെ മുന്നണി പ്രവേശനം മുടങ്ങിയതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കടുത്ത വിമർശനം. വി ഡി സതീശന് ധിക്കാരമെന്നും മുന്നണി മര്യാദ പാലിക്കുന്നില്ലെന്നും KM ഷാജി വിമർശിച്ചു. ലീഗ് മധ്യസ്ഥത വഹിച്ചാൽ പ്രശ്നം തീരുമെന്ന സ്ഥിതി ഇല്ലാതെയാക്കിയെന്നും അഭിപ്രായമുയർന്നു. പി വി അൻവറിനെ സഹകരിപ്പിക്കാമെന്ന UDF യോഗത്തിൽ തീരുമാനിച്ചിട്ടും വി ഡി സതീശൻ പ്രഖ്യാപനം നടത്തിയില്ല. സതീശന്റെ അനാവശ്യ പിടിവാശി വിഷയം വഷളാകാൻ കാരണമായെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. പി വി അൻവറുമായി ഇനി ചർച്ചയില്ലെന്ന് നേതൃത്വം നിലപാടെടുത്തിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ചയ്ക്ക് പോയത് നാണക്കേടുണ്ടാക്കി. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ വിമർശനത്തെ പിന്തുണച്ചു. ഇങ്ങനെ പോയാൽ മാറി ചിന്തിക്കേണ്ടി വരുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വിളിക്കട്ടെ, ബാക്കി അപ്പോൾ പറയാമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉപതെരഞ്ഞെടുപ്പിനെ മോശമായി ബാധിക്കുമെന്നും ലീഗ് നേതൃയോഗം വിലയിരുത്തി. പി വി അൻവറിനെതിരെയും വിമർശനമുണ്ടായി. ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പി വി അൻവറിന്റെ പരസ്യ ഇടപെടൽ ശരിയായില്ല. അൻവർ VS ജോയിയുടെ പേര് പ്രഖ്യാപിക്കാൻ പാടില്ലായിരുന്നുവെന്നും വിമർശനം. പി വി അൻവർ മത്സരിച്ചാലും നിലമ്പൂരിൽ UDF-ന് വിജയസാധ്യതയുണ്ടെന്നും യോഗം വിലയിരുത്തി. നിലവിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള പോസിറ്റീവായ അഭിപ്രായങ്ങളും ചർച്ചകളുമാണ് യോഗത്തിലുണ്ടായത്. അല്ലാതെ ഏതെങ്കിലും നേതാക്കളെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചുള്ള ഒന്നും ഉണ്ടായില്ല. ആ രീതിയിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. 24 നിലമ്പൂർ. നിലമ്പൂരിലെ LDF കൺവെൻഷനിൽ പി വി അൻവറിനെ കടന്നാക്രമിച്ചും വികസന നേട്ടങ്ങൾ നിരത്തിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് അൻവറിന്റെ വഞ്ചനയെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു. കാട്ടുകള്ളൻ വീരപ്പൻ ചൂണ്ടിക്കാട്ടിയ മരമുറി നടന്നത് UDF-ന്റെ ഭരണകാലത്താണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. LDF-ന്റെ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രചാരണ പരിപാടികൾ തുടങ്ങിയത്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിച്ച മുഖ്യമന്ത്രി തുടർഭരണത്തിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. UDF-നെ കാര്യമായി വിമർശിച്ച മുഖ്യമന്ത്രി അവരുടെ ഭരണകാലത്തെ അഴിമതി ചൂണ്ടിക്കാണിക്കാൻ കാട്ടുകള്ളൻ വീരപ്പന്റെ അഭിമുഖത്തിലെ പരാമർശം ഉദ്ധരിച്ചു. മാധ്യമപ്രവർത്തകൻ വീരപ്പനെ കാട്ടിൽ പോയി കണ്ട് വാർത്ത കേട്ടിരുന്നു. അപ്പോ വീരപ്പൻ ചോദിക്കുകയാണ്, നിങ്ങള് എന്നെക്കുറിച്ച് വല്ലാതെ വാർത്തകളൊക്കെ കൊടുക്കുകയാണല്ലോ, നമ്മുടെ ഒരു മന്ത്രി തന്നെ മരം മുറിക്കുന്നത് നേതൃത്വം കൊടുക്കുകയാണല്ലോ, എന്താ നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാത്തത്? ആ കാലത്ത് ആ മന്ത്രിയുടെ സഹായിയായി മരം വെട്ടുന്നതിന് അവിടെ ചെന്നതാരാണ് എന്നും കാട്ടിലേക്ക് ചെന്നതാരാണ് എന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾക്ക് നേരെ ഉയരുന്ന ഭീഷണി ചൂണ്ടിക്കാട്ടി സംഘപരിവാറിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. ഏറ്റവും വലിയ വഞ്ചനയാണ് തെരഞ്ഞെടുപ്പിന് കാരണം എന്ന് വിമർശിച്ച മുഖ്യമന്ത്രി വാര്യംകുന്നനെ ചതിയിലൂടെ ഒറ്റുകൊടുത്ത ചരിത്ര സന്ദർഭം ഓർമ്മിപ്പിച്ച് അൻവറിനെ പരോക്ഷമായി കുറ്റപ്പെടുത്തി. ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത്. അതോടൊപ്പം തന്നെ വാര്യംകുന്നത്തിനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച ചതി കാണിച്ച ആളുടെ മണ്ണും കൂടിയാണിത്. ഇപ്പൊ നമ്മളും ഒരു ചതിക്കിരയായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പൊതുപ്രവർത്തനത്തിൽ ക്ലീൻ ഇമേജുള്ള നേതാവാണ് M സ്വരാജ്. സ്വരാജ് വിജയിച്ചു വരുന്നത് കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി അവസാനിപ്പിച്ചത്. LDF-ന് വലിയ വിജയം നൽകും എന്ന് തീരുമാനിച്ചവരോട് വോട്ട് ചോദിക്കുന്നത് ശരിയല്ലെന്ന് M സ്വരാജ്. കുതിരക്കച്ചവടമല്ല ജനാധിപത്യമെന്ന് നിലമ്പൂർ ഉറപ്പാക്കണമെന്നും M സ്വരാജ് പറഞ്ഞു. ദൃഢനിശ്ചയമെടുത്ത് ഒന്നിച്ചു കൂടിയവരോട് വീണ്ടും അങ്ങനെ അഭ്യർത്ഥിക്കുന്നത് അത്ര അത്യാവശ്യമുള്ള ഒരു കാര്യമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജനാധിപത്യം അർത്ഥപൂർണമാക്കാൻ കുതിരക്കച്ചവടത്തിന്റെയോ ഉപജാപങ്ങളുടെയോ മറുപേരല്ല ജനാധിപത്യം എന്നുറപ്പിക്കാൻ. ആവശ്യത്തിനനുസരിച്ച് വിവിധ സമുദായങ്ങളെ യൂസ് ആൻഡ് ത്രോ രീതിയിൽ ഉപയോഗിക്കാനുള്ള പിണറായി വിജയന്റെ കഴിവാണ് യഥാർത്ഥ വഞ്ചനയെന്ന് പി വി അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകി. ടീം 24 നിലമ്പൂർ. പി വി അൻവർ കൂടി അങ്കത്തട്ടിലെത്തിയതോടെ ചതുഷ്കോണ പോരിനൊരുങ്ങി നിലമ്പൂർ. ഒരാഴ്ചയോളം നീണ്ടുനിന്ന നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് പി വി അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഇരു സ്ഥാനാർത്ഥികളെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും കടന്നാക്രമിക്കുന്നതായിരുന്നു അൻവർ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം. കേരളത്തിൽ നാളെ ഞങ്ങൾ
ഈ പറയുന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും ആശീർവാദവും തേടുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി PV അൻവർ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇനിയുള്ള 19 നാൾ പ്രചാരണം എങ്ങനെയായിരിക്കുമെന്നതിന്റെ ചൂണ്ടുപലകയായിരുന്നു അൻവറിന്റെ വാർത്താ സമ്മേളനം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാരോപിച്ച അൻവർ സതീശന് ഹിറ്റ്ലറിസം എന്നും പറഞ്ഞു. കോൺഗ്രസിലെ ഉത്തരവാദിത്തപ്പെട്ട കാരണവന്മാരായി ഇന്ന് തിളങ്ങി നിൽക്കുന്ന മുല്ലപ്പള്ളി സാർ ഉൾപ്പെടെ AK ആന്റണി സാർ ഉൾപ്പെടെ സുധീരൻ സാർ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ നേടും ഞാൻ തീരുമാനിക്കും. ഒരു ഹിറ്റ്ലറിന്റെ രൂപം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ വ്യക്തിയിൽ? ഇന്നത്തെ ഈ അവസാനത്തെ ആ പ്രഖ്യാപനമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? വാതിലടച്ചു. ആര്യടൻ ഷൗക്കത്ത് വിജയിക്കില്ല. അതിനുള്ള കാരണങ്ങളായി ആരോപണങ്ങൾ ഉന്നയിച്ച അൻവർ സ്വരാജിനെതിരെയും കടുത്ത വിമർശനം ഉന്നയിച്ചു. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ബാധിക്കില്ലെന്നാണ് UDF നേതാക്കളുടെ പ്രതികരണം. ചർച്ചയുടെ വാതിലുകൾ അടഞ്ഞെന്നും നേതാക്കൾ. ഞങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞില്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ UDFിലെ അസോസിയേറ്റ് മെമ്പറാകുന്ന കാര്യം ആലോചിക്കുക. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഇന്നും വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആ വാതിലടച്ചു. PV അൻവറിന്റേത് കോൺഗ്രസിന്റെ വിഷയമെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. LDFിനെ ബാധിക്കില്ലെന്ന് LDF സ്ഥാനാർത്ഥി സ്വരാജും പറഞ്ഞു. ഇരു മുന്നണികളെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിൽ വോട്ടുകൾ നേടാമെന്ന കണക്കുകൂട്ടലിലാണ് PV അൻവർ ക്യാമ്പ്. ടീം 24 നിലമ്പൂർ. നിലമ്പൂരിൽ സജീവ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നു UDF. മണ്ഡലത്തിലെ വോട്ടേഴ്സിനെ നേരിൽ കണ്ട് വോട്ട് തേടുകയാണ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. UDF ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് 24നോട് പറഞ്ഞു. പത്രികാ സമർപ്പണത്തിന് പിന്നാലെ പ്രചാരണം ശക്തമാക്കുകയാണ് UDF. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ലഭിച്ച മുൻതൂക്കം തുടരുകയാണ് UDF ക്യാമ്പിന്റെ ലക്ഷ്യം. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത്. ചരിത്ര ഭൂരിപക്ഷത്തിൽ UDF വിജയം ഉറപ്പെന്ന സ്ഥാനാർത്ഥി. ഒരു സംശയം വേണ്ട, അത് വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ, ഞാൻ പറഞ്ഞല്ലോ, വടക്ക് തൃക്കാക്കരയിലും അതുപോലെ തന്നെ പുതുപ്പള്ളിയിലും പാലക്കാടും 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ ആവർത്തിച്ചത് ആ ചരിത്ര വിജയമാണെങ്കിൽ നിലമ്പൂരിൽ അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊണ്ടുള്ള ഒരു വലിയ ചരിത്ര ഭൂരിപക്ഷം നിലമ്പൂരുണ്ടാവും. മണ്ഡലത്തിൽ സാഹചര്യം അനുകൂലമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ വിലയിരുത്തൽ. അൻവറിന്റെ നിലപാട് വിജയത്തെ ബാധിക്കില്ലെന്ന ആത്മവിശ്വാസവും UDF ക്യാമ്പിനുണ്ട്. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളിപ്പോൾ ഇവിടെ അവിടെ LDF UDF മത്സരമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ UDFിൻ്റെ സ്ഥാനാർത്ഥിയെ ആര്യാടൻ ഷൗക്കത്തിന് വിജയിപ്പിക്കാനുള്ള സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഭാരവാഹികൾ, ചുമതലയുള്ളവർ, MLAമാർ എല്ലാവരുടെയും യോഗം ഞങ്ങൾ വിളിച്ചിരിക്കുകയാണ്. വേറെ ഒരു അജണ്ടയില്ല. നാളെയാണ് UDFിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ. UDFിന്റെ പ്രധാന നേതാക്കൾ നേരിട്ടാണ് നിലമ്പൂരിൽ പ്രചാരണം ഏകോപിപ്പിക്കുന്നത്. ടീം 24 നിലമ്പൂർ. UDF ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ച PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ രാഹുൽ മാങ്കുട്ടത്തിൽ MLA പരസ്യമായി തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൂടിക്കാഴ്ച തെറ്റാണെന്നും അനുനയത്തിന് ജൂനിയർ MLAയെ ചുമതലപ്പെടുത്തുമോ എന്നും സതീശൻ ചോദിച്ചു. മത്സരിക്കുമെന്ന് അൻവർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയുള്ള കൂടിക്കാഴ്ച ഗതികേടെന്നാണ് LDFിന്റെ പരിഹാസം. UDFിലേക്ക് ഞാനില്ല. VD സതീശൻ നയിക്കുന്ന UDFിലേക്ക് ഇല്ലെന്നായിരുന്നു ഇന്നലെ രാവിലെ PV അൻവറിന്റെ പ്രഖ്യാപനം. ഇതിന് പിന്നാലെ രാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA PV അൻവറിനെ വീട്ടിലെത്തി കണ്ടതാണ് രാഷ്ട്രീയ വിവാദമായി മാറിയത്. അൻവറുമായുള്ള ചർച്ചയുടെ വാതിൽ അടഞ്ഞെന്ന് UDF നേതാക്കൾ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള രാഹുലിന്റെ കൂടിക്കാഴ്ചയിൽ നേതാക്കൾക്ക് എതിർപ്പുണ്ട്. കൂടിക്കാഴ്ച തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, ജൂനിയർ ആയിട്ടുള്ള ഒരു MLA ആണോ ചുമതലപ്പെടുന്നത്? അദ്ദേഹം തന്നെ പോയതാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പോകാൻ പാടില്ലായിരുന്നു. അൻവറുമായി കൂടിക്കാഴ്ച നടത്താൻ കോൺഗ്രസോ UDFോ രാഹുലിനെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും UDF കൺവീനർ അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കി. പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ട്രാക്ക് മാറരുതെന്ന് പറയാനായിരുന്നു കൂടിക്കാഴ്ചയെന്ന് ആദ്യം ന്യായീകരിച്ച രാഹുൽ നേതാക്കളുടെ എതിർപ്പിന് പിന്നാലെ നിലപാട് മാറ്റി. നേതൃത്വത്തിന് അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് തെറ്റാണ്. കോൺഗ്രസ് നേതൃത്വം എന്നോട് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവർക്കാണല്ലോ കുറെ കൂടെ. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ എന്നേക്കാൾ വളരെ പരിണിത പ്രജ്ഞരായിട്ടുള്ള ആളുകളാണല്ലോ ഇതിന്റെ നേതൃത്വം, അല്ലേ?
ഇപ്പോൾ നേതൃത്വം, ഇപ്പോൾ പാർട്ടി എന്നോട് പറയുകയാണ് ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറയുന്നിട്ടല്ല, ഞാനാണ് ശരി എന്നാണ് പറയുന്നത്. പാർട്ടി പറയുന്നതാണ് ശരി. മത്സരിക്കുമെന്ന് PV അൻവർ വ്യക്തമാക്കിയതിന് പിന്നാലെ രാത്രി നടത്തിയ കൂടിക്കാഴ്ച കാലുപിടിക്കാനാണെന്ന് LDF പരിഹാസം. UDFന്റെ ഗതികേടെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. കാലു പിടിക്കുന്നു എന്നത് ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. UDFന് സംഭവിച്ച അനിവാര്യമായ ഒരു അപകടമാണ്. ഇന്നലെ രാത്രി PV അൻവറിന്റെ വീട്ടിലെത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൂടിക്കാഴ്ച. 1 മണിക്കൂറോളം ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. ടീം 24 നിലമ്പൂർ. PV അൻവറിനെ അനുനയിപ്പിക്കാൻ ഇന്നലെ രാത്രി വീട്ടിലെത്തിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ട്രോൾ മഴ. പാർട്ടി നേതൃത്വം തള്ളിപ്പറഞ്ഞതിനേക്കാൾ പ്രഹരമേൽപ്പിക്കുന്നത് പുറത്തെ ഇടത് സൈബർ വിങ്ങിന്റെ ട്രോൾ ആക്രമണമാണ്. ഇനി UDFിലേക്ക് ഇല്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ PV അൻവറിനെ അനുനയിപ്പിക്കാൻ ഇന്നലെ അർദ്ധരാത്രിയാണ് രാഹുൽ ഓദായിലുള്ള വീട്ടിലേക്ക് എത്തിയത്. അൻവർ അനുകൂലികൾ തന്നെയാണ് ഇരുവരുടെയും കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. രാവിലെ സംഭവം വിവാദമായതോടെ VD സതീശനടക്കം രാഹുലിനെ തള്ളി രംഗത്തെത്തുകയും ചെയ്തു. അനുനയത്തിന് ഒരു ജൂനിയർ MLA ചുമതലപ്പെടുത്തുമോ എന്ന് വരെ VD സതീശൻ ചോദിച്ചു. ഇനി അതും പോട്ടെ, സോഷ്യൽ മീഡിയയിൽ എന്താണ് സ്ഥിതി? ഇതാണ് സ്ഥിതി. ഒരു പടി കൂടി കടന്ന് പാലക്കാട്ടും രാഹുൽ രാത്രി തന്നെ കാണാനെത്തി പിന്തുണ തേടിയിരുന്നുവെന്നാണ് അൻവർ പറയുന്നത്. PV അൻവർ ഇസ് നോട്ട് അവർ ഹെഡേക്ക് എന്ന് പോസ്റ്റിട്ട രാഹുൽ അൻവറിനെ തിരികെ എത്തിക്കാൻ കൂടിക്കാഴ്ച നടത്തിയത് എന്തായാലും ട്രോൾ ലോകത്ത് നന്നായി ഉണർത്തിയിട്ടുണ്ട്. അങ്ങനെ തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കും മുമ്പേ ട്രോളർമാരുടെ സഹായത്താൽ ചെസ് നമ്പർ 1 എയറിലായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 24. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു BJP. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവും നിലമ്പൂർ സ്വദേശിയുമായ അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ് NDAയുടെ സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷമാണ് മോഹൻ ജോർജ് BJPയിൽ അംഗത്വമെടുത്തത്. നിലമ്പൂരിൽ മത്സരിക്കേണ്ട എന്ന അഭിപ്രായം BJPക്കും BDJSനും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് സർപ്രൈസ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചത്. 4 പതിറ്റാണ്ടായി വിവിധ കേരള കോൺഗ്രസ് പാർട്ടികളിൽ പ്രവർത്തിച്ച മോഹൻ ജോർജ് BJPയിൽ അംഗത്വമെടുത്തതും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ്. രാവിലെ സ്ഥാനാർത്ഥിത്വം, ഉച്ചയ്ക്ക് ശേഷം പാർട്ടി അംഗത്വം. വളരെ പോസിറ്റീവാണ് കാണുന്നത്. BJP ഒരു വലിയ പാർട്ടിയാണ്. ആ പാർട്ടി വളരെയേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്താണ്. കുറേയധികം പേര് വരും, വളരെയേറെ പേര് വരും, ഒരു സംശയവുമില്ല, വളരെയേറെ പേര് വരും. അതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ തെളിയിച്ചു തരാം. നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിയായ മോഹൻ ജോർജ് നിലമ്പൂർ കോടതിയിലെ അഭിഭാഷകനാണ്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആളെന്നതും മോഹൻ ജോർജിനെ പരിഗണിക്കാൻ കാരണമായി. മോഹൻ ജോർജ് പാർട്ടിയെ നിർണായക ഘട്ടത്തിൽ ഒറ്റിയെന്ന് കേരള കോൺഗ്രസ് ജോസഫ് മലപ്പുറം ജില്ലാ ഘടകം കുറ്റപ്പെടുത്തി. എന്നാൽ പാർട്ടിയുമായി മോഹൻ ജോർജിന് ബന്ധമില്ല എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതികരണം. ഈ നിമിഷം വരെ PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ പാർട്ടി മെമ്പർഷിപ്പ് അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുത്തിട്ടില്ല. അതേ മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ടുമില്ല. പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കാത്ത ഒരാളിന് എങ്ങനെയാണ് പിന്നെ പാർട്ടി സ്ഥാനം കൊടുക്കുന്നത്? BJPക്ക് UDF ഡെപ്യൂട്ടേഷനിൽ നൽകിയ സ്ഥാനാർത്ഥിയാണ് മോഹൻ ജോർജ് എന്ന് കേരള കോൺഗ്രസ് M പരിഹസിച്ചു. 24 നിലമ്പൂർ. പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ അവധിയാണ്. കോട്ടയം ജില്ലയിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുട്ടനാട് താലൂക്കിലെയും പുറക്കാട് പഞ്ചായത്തിലെയും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ പ്രവേശനോത്സവം ക്യാമ്പ് അവസാനിക്കുന്നതിന്റെ അടുത്ത പ്രവൃത്തി ദിവസം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ വലിയ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രവൃത്തി സമയം വർദ്ധിപ്പിക്കുക, സിലബസിന് പുറമെയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുക,
സ്കൂളുകളിൽ പരാതിപ്പെട്ടി സ്ഥാപിക്കുക തുടങ്ങി നിരവധി മാറ്റങ്ങളോടെയായിരിക്കും തുടക്കം. മുൻവർഷങ്ങളിൽ പരാതി ഉയർന്ന സാഹചര്യത്തിൽ +1 സീറ്റ് അധികമാക്കും. മലപ്പുറത്തും അധിക സീറ്റുകളുണ്ടാകും. ഇന്നത്തെ കണക്കൂട്ടലനുസരിച്ച് +1 സീറ്റിന് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയില്ല, മിച്ചം വരെയുള്ളൂ. ചില ജില്ലകളിൽ കൂടുതൽ മിച്ചം വരും. ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ ഇപ്പോൾ ഒന്നും ഒരു പരാതിയും കേട്ടില്ലല്ലോ, ഒന്നുമില്ല. ആദ്യമേ തന്നെ നമ്മൾ വർദ്ധിപ്പിച്ച ബാച്ചിൻ്റെ സീറ്റിൻ്റെ എണ്ണം വച്ചുകൊണ്ട് തന്നെ ഇത് ഇട്ടു, നമ്മൾ അതിൻ്റെ സീനിയോറിറ്റി ഇട്ടു. മലപ്പുറം ജില്ലയിൽ തന്നെ സീറ്റ് മിച്ചമാണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. അപകടങ്ങൾ മുന്നിൽ കണ്ട് സ്കൂൾ കെട്ടിടങ്ങൾക്കും സ്കൂൾ ബസ്സുകൾക്കും ഫിറ്റ്നസ് നിർബന്ധമാക്കി. സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും മെഡിക്കൽ വെരിഫിക്കേഷനും നിർബന്ധം. സ്കൂൾ ബസ്സിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, സ്കൂളിൻ്റെ ഫിറ്റ്നസ് വേണം, ഡ്രൈവർമാരുടെ മെഡിക്കൽ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം. അക്കാര്യങ്ങളെല്ലാം നമ്മൾ ഏതാണ്ട് 100ഓളം വരുന്ന കാര്യങ്ങൾ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ സ്കൂളിൽ നിന്ന് ടിക്ക് ചെയ്ത് DOമാർ AIOമാർ മുഖാന്തരം വാങ്ങുകയാണ്. നാളെ സ്കൂൾ തുറക്കുമ്പോൾ പ്രവൃത്തി സമയവും കൂടും. അരമണിക്കൂർ വർദ്ധിച്ച് രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാണ് പ്രവൃത്തി സമയം. 44 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെയാണ് ഇത്തവണ പുതുതായി സ്കൂളിലേക്ക് പ്രതീക്ഷിക്കുന്നത്. പാഠപുസ്തകങ്ങൾക്കപ്പുറത്ത് സാമൂഹിക വിഷയങ്ങളും വ്യക്തിത്വ വികസനത്തിനുള്ള ക്ലാസുകളുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ആദ്യം നൽകുക. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ വൻ കൃഷിനാശം. 218 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക കണക്ക്. 14,000 ഹെക്ടർ ഭൂമിയിലെ കൃഷി നശിച്ചെന്നും കൃഷി വകുപ്പ് കണ്ടെത്തി. കാലവർഷം ആരംഭിച്ചതിനു ശേഷം 8 ദിവസം മാത്രം പെയ്ത മഴയിൽ സംസ്ഥാനത്തുണ്ടായത് വൻ കൃഷിനാശം. പ്രാഥമിക കണക്കെടുപ്പിൽ മാത്രം 218 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. 14,000 ഹെക്ടർ ഭൂമിയിലെ കൃഷി നശിച്ചത് മൂലം 86,000 കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടായി. വെള്ളം കയറിയ കൃഷിഭൂമി ഇതിലും കൂടുതലാണ്. വാഴകൃഷിയാണ് ഏറ്റവും അധികം മഴ ബാധിച്ചത്. വീശിയടിച്ച കാറ്റിൽ പലയിടത്തും വാഴകൾ നിലം പതിച്ചു. വെള്ളമിറങ്ങിയതിനു ശേഷം മാത്രമേ കൃഷിനാശത്തിന്റെ പൂർണ്ണമായ കണക്ക് ശേഖരിക്കാൻ കഴിയൂ. വെള്ളക്കെട്ടിറങ്ങിയാൽ മാത്രമേ നെൽകൃഷിയുടെ നഷ്ടം വിലയിരുത്താനാവൂ. പൂർണ്ണ കണക്ക് ശേഖരിച്ചാൽ നഷ്ടത്തിന്റെ വ്യാപ്തി ഇനിയും കൂടുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ കൃഷിവകുപ്പിൽ രജിസ്റ്റർ ചെയ്ത കണക്കു മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. മഴ പൂർണ്ണമായും മാറിയതിനു ശേഷം കൃഷിവകുപ്പ് വിശദ പരിശോധന നടത്തും. നഷ്ടപരിഹാരം നൽകുന്നതിൽ പൂർണ്ണ കണക്ക് പുറത്തു വന്നതിനു ശേഷമാകും തീരുമാനമെടുക്കുക. 24 തിരുവനന്തപുരം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. 24 മണിക്കൂറിനിടെ 6 സംസ്ഥാനങ്ങളിലായി 28 പേർ മരിച്ചു. 5000-ലേറെ ടൂറിസ്റ്റുകൾ കുടുങ്ങിക്കിടക്കുന്നു. അസമിൽ ഓറഞ്ച് അലേർട്ടാണ്. ജമ്മുകശ്മീരിലെ സോജില പാസിലെ വൻ മഞ്ഞിടിച്ചിലിനെ തുടർന്ന് ശ്രീനഗർ ലേ ദേശീയപാത അടച്ചു. ബംഗാൾ ഉൾക്കടലിലുണ്ടായ ന്യൂനമർദ്ദത്തെ തുടർന്ന് പെയ്ത ശക്തമായ മഴ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചു. 6 സംസ്ഥാനങ്ങളിലുണ്ടായ മഴക്കെടുതിയിൽ 24 മണിക്കൂറിനിടെ 28 പേർ മരിച്ചു. അരുണാചൽ പ്രദേശിൽ 9 പേരും മേഘാലയയിൽ 6 പേരും അസമിലും മിസോറാമിലും 5 പേർ വീതവും ത്രിപുരയിൽ 2ഉം നാഗാലാൻഡിൽ ഒരാളും മരിച്ചതായാണ് റിപ്പോർട്ട്. അരുണാചൽ പ്രദേശിലെ കിഴക്കൻ കെമാങ് ജില്ലയിൽ ദേശീയപാത 13ഉം നാഗാലാൻഡിലെ ചുമൌകെഡിമ ജില്ലയിൽ ദേശീയപാത 29 മണ്ണിടിച്ചിലിൽ തകർന്നു. അസമിലെ ഭൂരിഭാഗം ജില്ലകളിലും വെള്ളം കയറി. സിൽച്ചറിൽ ഒരു ദിവസത്തിനിടെ 415.8 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. ജമ്മു കശ്മീരിൽ 2 ദിവസമായി തുടരുന്ന മഴയിൽ സോജില പാസിലുണ്ടായ വൻ മഞ്ഞിടിച്ചിലിനെ തുടർന്ന് തന്ത്രപ്രധാനമായ ശ്രീനഗറിലെ ദേശീയപാത അടച്ചു. നിരവധി വാഹനങ്ങൾ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. 24 ഡൽഹി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട. 10 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 വിദ്യാർത്ഥികൾ പിടിയിലായി. ബാങ്കോക്കിൽ നിന്നെത്തിയ യാത്രക്കാരിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ഇവർ മലയാളികളെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങൾ കസ്റ്റംസ് പുറത്തുവിട്ടിട്ടില്ല. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്രയധികം തുകയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത്. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 നടത്തിയ കേരള യാത്രയിൽ കണ്ടെത്തിയ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം സമഗ്ര റിപ്പോർട്ടായി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. കേരള യാത്രയിലെ കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നതാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു. ലഹരി വ്യാപനം വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കേന്ദ്രീകരിച്ചാണെന്നാണ് പ്രധാന കണ്ടെത്തൽ. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ ലഹരിക്കെതിരെ കുട്ടികൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുമെന്ന് മന്ത്രി 24നോട് പറഞ്ഞു. ലഹരിക്കും അക്രമങ്ങൾക്കുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തിയ കേരള യാത്രയ്ക്കൊപ്പം ലഹരി സംഘങ്ങളെക്കുറിച്ച് വിശദമായ പഠനവും നടത്തിയിരുന്നു. ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കും കൈമാറി. സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച ലഹരി മാഫിയ ശക്തമാകുന്നുവെന്ന റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണെന്ന്
വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ശ്രീകണ്ഠനാരുടെ ഒരു യാത്ര ഉണ്ടായിരുന്നില്ല, ലഹരിക്കെതിരായിട്ടുള്ള മുന്നേറ്റം. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും നല്ല വരവേൽപ്പാണ് ലഭിച്ചത്. അദ്ദേഹത്തിന് കുറേ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വിവരങ്ങളും അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി എനിക്ക് നൽകിയിരുന്നു. ആ വിവരങ്ങളിൽ നല്ലൊരു ശതമാനം സ്കൂൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. നമ്മൾ ഒരുപക്ഷെ കേട്ടാൽ ഞെട്ടുന്ന വിവരങ്ങളാണ് ഉള്ളത്. പലപ്പോഴും രക്ഷിതാക്കൾ ഇക്കാര്യങ്ങൾ വിശ്വസിക്കാറില്ല. ഇത്തവണ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ ലഹരിക്കെതിരെ ബോധവൽക്കരണത്തിനായി പ്രത്യേക പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. നമ്മുടെ രക്ഷകർത്താക്കളാണെങ്കിൽ പറഞ്ഞാൽ സമ്മതിക്കുകയില്ല. നിങ്ങളുടെ മകൻ ഇതിനടിമയാണ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ലത് മാത്രമല്ല, ചികിത്സിക്കേണ്ട ഒരു അവസരം ഉണ്ടായാൽ ചികിത്സിക്കാൻ പോലും ദുരഭിമാനത്തിൻ്റെ പേരിൽ തയ്യാറാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ലഹരി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപത്തിനെ സംബന്ധിച്ചിടത്തോളം ആണോ ആദ്യം ഒരു ക്ലാസ് കൊടുക്കുന്നത്. SKN40 കേരള യാത്രയുടെ ഭാഗമായി അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയതിനെ മുഖ്യമന്ത്രിയും പ്രശംസിച്ചിരുന്നു. 24 തിരുവനന്തപുരം. പ്രളയകാലത്ത് കേരളത്തിന് വിദേശ സഹായത്തിന് അനുമതി നൽകാതിരുന്ന കേന്ദ്ര സർക്കാർ മഹാരാഷ്ട്രയ്ക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കാൻ അനുമതി നൽകിയതിൽ വിവാദം. കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയ വേർതിരിവുണ്ടെന്ന് കുറ്റപ്പെടുത്തി സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ രംഗത്ത് വന്നു. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവിഹിതം വിഭജിക്കുമ്പോഴും ഈ വിവേചനമുണ്ടെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം തുടരുന്ന സംസ്ഥാന സർക്കാർ വിമർശനത്തിന് പിന്നാലെയാണ് പുതിയ തീരുമാനം വിവാദമാകുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ സഹായം സ്വീകരിക്കാനാണ് മഹാരാഷ്ട്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. ആദ്യമായാണ് FCRI ആക്ട് പ്രകാരം ഒരു സംസ്ഥാനത്തിന് അനുമതി ലഭിക്കുന്നത്. പ്രതിസന്ധി കാലങ്ങളിൽ കേരളം പലകുറി വിദേശ സഹായം സ്വീകരിക്കാൻ അനുമതി തേടിയെങ്കിലും കേന്ദ്രം തള്ളി. 2 സംസ്ഥാനങ്ങൾക്ക് 2 നീതി എന്ന കേന്ദ്ര നിലപാടിൽ രൂക്ഷ വിമർശനവുമായി KN ബാലഗോപാൽ രംഗത്തെത്തി. വളരെ വലിയ ദുരിതം വരുന്ന ഘട്ടത്തിൽ പോലും സംസ്ഥാനങ്ങളെ വ്യത്യസ്തമായി കാണുന്ന ഒരു സമീപനം ഉണ്ടെന്നുള്ള സംശയം കേരളീയർക്ക് തോന്നിയാൽ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് തോന്നിയാൽ അത് അത്ഭുതമില്ല. ദുരിതവുമല്ല അവരുടെ മാനദണ്ഡം, മറിച്ച് രാഷ്ട്രീയമാണ് മാനദണ്ഡം എന്ന് വരുന്നത് ഭരണാധികാരികൾക്ക് ചേരുന്നതല്ല, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിന് ചേരുന്നതല്ല. കേന്ദ്രത്തിന്റെ തീരുമാനം സംസ്കാര ശൂന്യമെന്ന CPIM ജനറൽ സെക്രട്ടറി MA ബേബി. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഫണ്ട് വിഹിതം വിഭജിക്കുമ്പോഴും പ്രതിപക്ഷ സംസ്ഥാനങ്ങളോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളത്തോടുമെല്ലാം കൊടിയ വിവേചനമാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവേചനപരമായ ജനാധിപത്യ വിരുദ്ധമായ സംസ്കാരശൂന്യമായ എന്ന് തന്നെ ഞാൻ പറയും സമീപനമാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് UAE സർക്കാർ 700 കോടി രൂപയായിരുന്നു കേരളത്തിന് വാഗ്ദാനം ചെയ്തത്. കേന്ദ്രം അനുമതി നിഷേധിച്ചതോടെ പണം സ്വീകരിക്കാനായില്ല. കേരളത്തോടുള്ള അവഗണന സജീവ ചർച്ചയാക്കുകയാണ് CPIM. 24 തിരുവനന്തപുരം. ഇതോടെ 24 റൗണ്ട് പൂർത്തിയാവുന്നു. നമസ്കാരം.